എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് വന്നിരിക്കുന്നത് രശ്മി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. രശ്മി എന്ന് പറയുന്നത് ഒരു ഉറുദു വേർഡാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സിൽക്ക് എന്നാണ്. അപ്പോൾ ഇതൊരു പാകിസ്ഥാനി സ്റ്റൈലിലുള്ള ഒരു ഈസി വേർഷനാണ്. ഇതിൻ്റെ ഇന്ത്യൻ വേർഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് ഈസി വേർഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചിക്കൻ ബ്രസ്റ്റ് കഷ്ണങ്ങളാക്കിയതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ അതായത് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അപ്പോൾ അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. ഇതധികം പണിയൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വഴറ്റിയൊന്നും ചേർക്കുന്നില്ല. ഇന്ത്യൻ വേർഷൻ ഓഫ് രശ്മി ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് വീണ്ടും വഴറ്റി ഒരുപാട് പ്രോസസ്സാണ്. പക്ഷേ ഇത് വന്നിട്ട് വളരെ ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഇനി ഒരു കാസ്റ്റ് അയണിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ചിക്കൻ ഒരു പകുതി വേവ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക് കയറിയതും 2 വളരെ ചെറിയ സവാള നീളത്തിൽ കുറച്ച് കട്ടിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള വഴറ്റി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ കറിക്ക്. കാരണം അതിൻ്റെ ഡിഫറൻസ് നമുക്കിത് അവസാനം ഇത് കഴിക്കുമ്പോൾ മനസ്സിലാവുകയില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഒരു 15 മിനിറ്റും കൂടെ ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ വറക്കാത്ത പച്ച മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പൊടികളൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഈ കറിക്ക്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു ക്യാപ്സിക്കം നീളത്തിലായിരുന്നു ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയൊരു ക്യാപ്സിക്കമാണ്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്താൽ മതി. ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ചിക്കൻ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു പകുതി നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിൽ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒന്ന് ക്രീമാണ്. ക്രീം അല്ലാന്നുണ്ടെങ്കിൽ പാല്. ക്രീം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് പശുവും പാല് ചേർത്താലും മതി. ഞാനിവിടെ ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കുറവുള്ള കുക്കിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 100 മില്ലിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്രീമിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ആ ഒരു കപ്പൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ക്രീമില്ലാത്തവർക്ക് പാല് ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പാലും ചേർക്കാവുന്നതാണ്. ഇനി ഈ ക്രീമിൽ കിടന്നാണ് ബാക്കി ചിക്കൻ വേവുന്നത്. 1/4 ഭാഗം വേവായ ചിക്കനാണ്. ഇനി കുറച്ചുകൂടെ വെന്താൽ മതി. ഒരു 10 മിനിറ്റ് കൂടി ക്രീമിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ക്യാപ്സിക്കവും അതുപോലെ ഉള്ളിയൊക്കെ ഇങ്ങനെ ചേർത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ആദ്യം തോന്നും ഇത് വഴറ്റി ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കാണില്ല എന്ന്. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്നും ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തി കൈവച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണ്. ഇത് ചേർക്കുമ്പോൾ ഈ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കും. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയോ നാനോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്